നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടെങ്ങും ഗാന്ധി ജയന്തി ആഘോഷിച്ചു. മദ്യനിരോധനം കൊണ്ട് മാത്രം മദ്യ ഉപയോഗം കുറയ്ക്കാനാവില്ലെന്ന് VS സുനിൽകുമാർ MLA. RSS മതിലകം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി പഥസഞ്ചലനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. നാടെങ്ങും ഗാന്ധി ജയന്തി ആഘോഷിച്ചു. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും ഉണ്ടായിരുന്നു. പെരിഞ്ഞനം സെന്ററിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് KS പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം CC ബാബുരാജ്, KK കുട്ടൻ, നസീർ പുഴങ്കരയിലത്ത്, VR ജിനേഷ്, CP ഉല്ലാസ് ഗാന്ധിയൻ ദർശനങ്ങളെ കാണുകയും മാർക്സിയൻ ദർശനം ഇന്ന് വേറിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ദർശനം കൂടുതൽ ഉത്തേജകത്തോടുകൂടി ഉയർന്നു വരുന്നൊരു കാഴ്ചയാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും സമാധാനത്തിൻ്റെ സന്ദേശം ലോകത്ത് മുഴുവൻ പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിജി നമുക്ക് ഈ ലോകത്തിന് തന്ന സംഭാവന, ഗാന്ധിയൻ ചിന്താഗതിക്കാരായ, ഗാന്ധിയൻ ദർശനങ്ങൾ വിശ്വസിക്കുന്ന, ഗാന്ധിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആ മൂല്യങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്താനും അവരെ ബോധവൽക്കരിക്കാനും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മദ്യം വിവാഹത്തിന്റെ തലേദിവസം മദ്യം വിളമ്പുന്നത് ഒരു കഷ്ടമായി മാറിയിരിക്കുന്നു, ഒരു ആചാരമായി മാറി. അതിന് മറയില്ല. പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഭയമില്ല, ബഹുമാനമില്ലാതെ ചെയ്യുന്നതിന് കാരണം എന്താ? ആ മറ നമ്മൾ പൊളിച്ചു മാറ്റിയതുകൊണ്ടാണ്. അപ്പം അത് അങ്ങനെയുള്ള ഒരു രീതി നമുക്ക് പണ്ടുണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ അതെല്ലാം മാറി മദ്യം ഉപയോഗിക്കുന്നത് നമ്മുടെ സിനിമകളിലും എല്ലാം അതിന് പുതിയ രൂപങ്ങളും സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗം. അപ്പോൾ പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നും മദ്യപിച്ച് നടക്കുന്ന ആൾക്കാരൊന്നുമില്ല. പാശ്ചാത്യരെ മദ്യപിക്കുന്നു പറഞ്ഞാൽ അവരുടെ പ്രകൃതിയുടെ തണുപ്പുള്ള സ്ഥലങ്ങൾ, അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ കോഴ്സ് ഓഫ് ഡിന്നറോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വൈനോ അല്ലെങ്കിൽ മറ്റു മദ്യങ്ങളോ കഴിക്കുന്നത് അവരൊരു വേറെ രീതിയിലാണ്, അപ്പിറ്റൈസർ എന്നല്ലാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേബി ജനാർദ്ദനൻ അധ്യക്ഷയായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV ഇന്ദിര, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, ഹഫ്സ അഫൂർ, ജമീല അബൂബക്കർ, എക്സൈസ് CS KS രാമചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചാലുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എന്ന വിഷയത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ CR പത്മകുമാർ ക്ലാസ് എടുത്തു. AIYF കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി കൂരിക്കുഴി പ്രാഥമികാരോഗ്യ കേന്ദ്രം പരിസരങ്ങൾ ശുചീകരിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. VB ബാബിൻ, SM ജീവൻ, KA സൈനുദ്ദീൻ, PM നൂറുദ്ദീൻ, VR ഷൈൻ, അഡ്വക്കേറ്റ് PR കണ്ണൻ, KR സുധീഷ് എന്നിവരും സംസാരിച്ചു. ഈ രാജ്യത്ത് വർഗീയരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത മഹാത്മാവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം ഇതുപോലുള്ള ആരാലും നോക്കാനില്ലാത്ത, പഞ്ചായത്തിനാൽ അവഗണിക്കപ്പെടുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ശുചീകരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സൂചകമായ ശുചീകരണ പ്രവർത്തനത്തിലൂടെ ഗാന്ധി ജയന്തി ആഘോഷിക്കണമെന്നാണ് AIYFൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈപ്പമംഗലത്തെ AIYFൻ്റെ പ്രവർത്തകർ ഇന്ന് ഈ കൂരിക്കുഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ശുചീകരിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങൾ കണ്ടത്. തൊട്ടപ്പുറത്ത് വലിയ ഒരു ബിൽഡിംഗ് പണിതിട്ടുണ്ട്. പക്ഷേ ആ ബിൽഡിങ്ങിൽ രോഗികൾക്കല്ല സ്ഥാനം, അവിടെ തെരുവുപട്ടികൾക്കാണ് എന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും തെറ്റായ നടപടിയാണ് ഈ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂരിക്കുഴി ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ ആഭിമുഖ്യത്തിൽ മൈ ട്രീ ചാലഞ്ച് പദ്ധതിക്ക് തുടക്കമായി. ഗാന്ധി ജയന്തി ദിനത്തിൽ 250 തൈകൾ വെച്ച് പിടിപ്പിച്ചാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൂരിക്കുഴി സെന്ററിൽ നടന്ന ചടങ്ങിൽ വൃക്ഷത്തൈ നട്ട് VS സുനിൽകുമാർ MLA, TK അബ്ദുറഹിമാൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണങ്ങളും സത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും സർവോപരി നാനാജാതി മതവിഭാഗങ്ങളെ ഏകമനസ്സോടുകൂടി വീക്ഷിക്കാനും സമീപിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെല്ലാം ഇന്ന് വളരെയേറെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ആ ദിവസത്തിൽ അതിനേക്കാൾ പ്രസിദ്ധമായ പ്രകൃതിയോട് കൂടുതൽ അടുത്ത് ഇടപഴകാനും പ്രകൃതിയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുമുള്ള ആഹ്വാനം കൂടി ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നൽകുകയാണ്.
ക്ലബ്ബ് സെക്രട്ടറി PH ഷമീർ അധ്യക്ഷനായി. KH റഷീദ്, KK അഫ്സൽ, KA പുരുഷോത്തമൻ, ഖദീജ പുതിയ വീട്ടിൽ, NK സുരേഷ്, KB അനിൽകുമാർ, PMS ആബിദീൻ, PB മുഹമ്മദ്, KA ജാഫർ സാദിഖ് എന്നിവരും സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ കയ്പമംഗലം മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PK റാസിഖ് അധ്യക്ഷനായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു മുതിർന്ന ദമ്പതികളെ ആദരിച്ചു. ഡോക്ടർ MR രവി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. PT രാമചന്ദ്രൻ, PK സുകന്യ, KB ബീന, AV വാട്സൺ, KB സഹജാത്മൻ, KV മനോഹരൻ, KN സുബി, KB സജീവൻ എന്നിവരും സംസാരിച്ചു. പിന്നെ പ്രമേയത്തിനൊക്കെ ചികിത്സ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വഴി സൗജന്യമായി നടത്തുന്നത്. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി മാതൃക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൂരിക്കുഴി സലഫി നഗറിന്റെ ആഭിമുഖ്യത്തിൽ സേവന പ്രവർത്തനം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് മുനവർ ഷാ നേതൃത്വം നൽകി. ക്ലബ്ബ് സെക്രട്ടറി നിസാമുദ്ദീൻ TH ഉദ്ഘാടനം ചെയ്തു. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തകർന്നു കിടന്നിരുന്ന കൂരിക്കുഴി ഗ്രാമലക്ഷ്മി റോഡിലെ കുഴികൾ അടയ്ക്കുകയും സലഫി നഗറിലെ റോഡിന്റെ പരിസരങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. എടത്തുരുത്തി 7ാം വാർഡ് മൈത്രി അംഗൻവാടിയുടെ ആഭിമുഖ്യത്തിലും ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സാജിദ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ മുഹമ്മദ് ഇസ്മായിൽ, ജ്യോതിബാസ് തേവറകാട്ടിൽ, ദിൽരാജ് പാണാട്ട്, ശശിധരൻ, CDS ചെയർപേഴ്സൺ ഷീന വിശ്വൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഭാരതമാതാവിനെ സേവിക്കുക എന്നതാണ്. ശുചിത്വം പാലിക്കാൻ ജാഗ്രത പുലർത്തുകയും അതിനുവേണ്ടി സമയം വിനിയോഗിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വർഷത്തിൽ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡിലും ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ശുചിത്വ ദിനവും ആചരിച്ചു. വാർഡ് മെമ്പർ MK ചന്ദ്രൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഇടവേള.